in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. സുന്ദരനേ, അതിശയനേ, മഹോന്നതനേ, എൻ പ്രിയനേ. സുന്ദരനേ, അതിശയനേ, മഹോന്നതനേ, എൻ പ്രിയനേ. പതിനായിരങ്ങളിൽ നീ മാത്രം ശ്രേഷ്ഠൻ, എൻ പ്രാണപ്രിയനും നീയേ. ശാരോനിലെ പുഷ്പമേ, താഴ്വരയിലെ താമരയെ അങ്ങേ ഞാൻ കണ്ടെത്തിയേ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഓഗസ്റ്റ് മാസം 28 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കടലിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. വാഗ്ദത്തങ്ങളെ അവകാശമാക്കാനുള്ള 4 ചിന്തകൾ. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം അതിൻ്റെ 41 വാക്യം. പിന്നെ ഏലിയാവ് ആഹാബിനോട്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എല്ലാവരുടെയും ആഗ്രഹമാണ് ഇന്നലകളിൽ നമ്മൾ കേട്ട വാഗ്ദത്തങ്ങളെ അവകാശമാക്കുക എന്നുള്ളത്. എന്നാൽ പലവരുടെയും പ്രാർത്ഥനയിൽ ഇന്നും നന്മകളൊന്നും കാണാതെ ജീവിതത്തിൽ എങ്ങും എത്താതെ മുമ്പോട്ട് പോകുന്നവർക്ക് വേണ്ടി ഈ 4 ചിന്തകൾ ഞാൻ കൈമാറുകയാണ്. ആ 4 ചിന്തകളിൽ ഒന്നാമത്തേതാണ് നമ്മൾ കുറിവാക്യമായി വായിച്ചു കേട്ടത്. ഇതാ, ഏലിയാവ് ആഹാബിനോട് പറയുകയാണ്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട്. പ്രിയരെ, ഈ വചന പശ്ചാത്തലം മനസ്സിലാക്കിയവർക്കറിയാം, അന്തരീക്ഷം ചൂടുപിടിച്ച് കിടക്കുകയാണ്. കാരണം തൊട്ട് മുമ്പലത്തെ വാക്യത്തിനകത്ത് ആകാശത്തുനിന്ന് തീയിറങ്ങി യാഗപീഠത്തെ യാഗവസ്തുവിനെ ദഹിപ്പിച്ച് കളയുകയാണ്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ ദൈവം തീയിറക്കുന്നതാണ് തൊട്ടു മുകളിലത്തെ വാക്യങ്ങൾ കാണുന്നത്. അതേ നിലയിൽ തന്നെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കഴിഞ്ഞ 3.5 വർഷമായി ആകാശമണ്ഡലം അടഞ്ഞു കിടക്കുകയാണ്. ഏലിയാവെ, അങ്ങയോടൊന്ന് ചോദിക്കാനുണ്ട്. അങ്ങ് സാഹചര്യം ഇല്ലാഞ്ഞിട്ടും ഇതാ ആഹാബിനോട് പറയുകയാണ്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുക, വലിയ മഴയുടെ മുഴക്കമുണ്ട് എന്ന്. ഈ വചനഭാഗം ഇന്ന് എൻ്റെ കൂടെ ചിന്തിക്കുന്നവർക്കറിയാം, ഏലിയാവ് ഇന്നലകളിൽ കേട്ട വാഗ്ദത്തത്തെ അല്ലെങ്കിൽ ദൈവശബ്ദത്തെ ക്ലെയിം ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ ക്ലെയിം ചെയ്യുവാൻ തയ്യാറാകണം. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ അവകാശമാക്കാൻ തയ്യാറാകണം. നമ്മൾ കേട്ട വാഗ്ദത്തങ്ങൾ വിലയേറിയതാണെന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. വാഗ്ദത്തങ്ങളെ അവകാശമാക്കണം. ആ നിലയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരു സാധ്യത ഇല്ലാത്തിടത്ത് ഏലിയാവ് ഇത്ര ഉറപ്പോടെ പറയാൻ കാരണമെന്ന് പറയുന്നത് 18 അധ്യായം അതിൻ്റെ 1 വാക്യമാണ്. ഏറിയ നാൾ കഴിഞ്ഞിട്ട് 3-ാം സംവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുൾപ്പാടുണ്ടായി, നീ ചെന്ന് ആഹാബിന് നിന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്ക്കുവാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഈ 18-ാം അധ്യായം 1 വാക്യത്തിൻ്റെ ഉറപ്പിലാണ് ഏലിയാവ് ആഹാബിനോട് പറയുന്നത്, നീ ചെന്ന് ഭക്ഷിച്ച് പാനം ചെയ്തോ, എൻ്റെ ദൈവം ഈ ഭൂതലത്തിൽ മഴ പെയ്ക്കാൻ പോവുകയാണ്. ദൈവശബ്ദം എന്നിൽ വെളിപ്പെട്ടാൽ, ദൈവത്തിൻ്റെ വാക്ക് എനിക്ക് വേണ്ടി വെളിപ്പെട്ടാൽ ആ വാക്കിലെ ആഴമായി വിശ്വസിക്കണം. സാഹചര്യത്തിനകത്തൊന്നും കാണുന്നില്ലെങ്കിലും വാഗ്ദത്തം കേട്ടവൻ കാണാത്ത കാര്യത്തിൽ ഉറപ്പിലേക്ക് വരണം, വിശ്വാസത്തിൽ. ഇതാ, ഏലിയാവ് തൻ്റെ വാഗ്ദത്തത്തെ ഏലിയാവ് ക്ലെയിം ചെയ്യുകയാണ്. തൻ്റെ മുമ്പിൽ ഒരു സാഹചര്യവുമില്ല മഴ പെയ്യുവാനായിട്ട്, പക്ഷേ ദൈവം പറഞ്ഞ വാക്കിന് ഏലിയാവ് വില കൊടുക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കേട്ട വാഗ്ദത്തങ്ങളെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയണം, അതെൻ്റെ ദൈവം ചെയ്യാൻ പോവുകയാണ്, അതെൻ്റെ ദൈവം ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കൾക്കും വേണ്ടി ഒന്നാമത്തെ ചിന്ത, ഒരു സാഹചര്യമില്ലെങ്കിലും മുമ്പിലൊന്നും കാണുന്നില്ലെങ്കിലും
ആ വാഗ്ദത്തത്തെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ആ വാഗ്ദത്തത്തെ വിളിച്ചു വരുത്താൻ തയ്യാറാകുക. എങ്കിൽ രണ്ടാമത്തെ ചിന്ത നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഇതാ പുറപ്പാട് പുസ്തകം 14 അധ്യായം അതിൻ്റെ 13 വാക്യം. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ. യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യാനിരിക്കുന്ന രക്ഷയെ കണ്ടുകൊള്ളുവിൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. ഈ വചനത്തിനകത്ത് വലിയ ആഴമുണ്ട് പ്രിയരെ. ഇതാ ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത ദേശത്തിലേക്ക് പുറപ്പെട്ട് അവർ ചെങ്കടലിന് മുമ്പിൽ വന്നു നിൽക്കുകയാണ്. അവരുടെ മുമ്പിൽ വഴിയില്ല. പിൻപിൽ ഫറവോനും സൈന്യവും വന്നു നിൽക്കുകയാണ്. സൈഡിൽ വലിയ മലയാണ്. അവരുടെ മുമ്പിൽ എല്ലാ പ്രതീക്ഷകളും തീരുകയാണ്. എന്നാൽ അവരുടെ മുമ്പിൽ നിൽക്കുന്ന, അവരെ നയിക്കുന്ന മോശ വ്യക്തമായി വിളിച്ചു പറയുന്നു, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുവിൻ. യഹോവ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്ന രക്ഷയെ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. ഇന്ന് കണ്ട മിസ്രയീമിനെ ഇനി നിങ്ങൾ ഒരു നാളും കാണത്തില്ല. വാഗ്ദത്തത്തെ അവകാശമാക്കാനുള്ള രണ്ടാമത്തെ ചിന്ത, നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഉറച്ചു നിന്നുകൊണ്ട് അതിനെ ക്ലെയിം ചെയ്യാൻ തയ്യാറാക്കുക. എൻ്റെ ദൈവം അത് ചെയ്യും, എൻ്റെ ദൈവം പ്രവർത്തിക്കും. മോശയോട് ചോദിച്ചാൽ മോശയുടെ അനുഭവമാണ് മോശയോട് വെളിപ്പെടുത്തുന്നത്. എബ്രായ ലേഖനം 11 അധ്യായം അതിൻ്റെ 27 വാക്യം. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കുകയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോകുന്നു. മോശയെക്കുറിച്ചുള്ള വാക്യമാണ് നാം വായിച്ചു കേട്ടത്. മോശ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നു. നിങ്ങളുടെ വാഗ്ദത്തത്തിനകത്ത് ഒരു സാഹചര്യം ഇല്ലെങ്കിലും, ഇനി ഒരു കാര്യം നടക്കത്തില്ലെന്ന് പറഞ്ഞാലും, നിങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ക്ലെയിം ചെയ്യാൻ തയ്യാറാക്കുക. ക്ലെയിം യുവർ പ്രോമിസ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ മൂന്നാമത്തെ ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. യെഹെസ്കേൽ പ്രവചനം 37 അധ്യായം അതിൻ്റെ 4 വാക്യം. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളോട് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുവിൻ. ദാ പ്രവാചകനെ അസ്ഥിത്താഴ്വരയുടെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് യഹോവ പ്രവാചകനോട് പറയുകയാണ്, ഈ ഉണങ്ങിയ അസ്ഥികൾ ജീവിക്കേണ്ടതിന് അവയോട് പ്രവചിച്ചു പറയണം, യഹോവയുടെ വചനം കേൾക്കണമെന്നുള്ളത്. നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നോക്കി ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രവചിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ വാഗ്ദത്തം ഇതാ ജീവിച്ചെഴുന്നേറ്റ് വരുന്നത് കാണാൻ പറ്റും. ഒരു രാത്രിയിലെ അധ്വാനത്തിൽ ഒരു ചെറിയ മീൻ പോലും കിട്ടാതെ നിൽക്കുന്ന പത്രോസ് ഇതാ യേശുവിൻ്റെ വാക്കിൽ വലയിറക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, തൻ്റെ കഴിവിൽ, തൻ്റെ മിടുക്കിൽ നടക്കാത്തത് ഇപ്പോൾ പത്രോസ് എങ്ങനെയാണ് ആ പടകനെ നിറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ വാക്കിൽ അവൻ വല വീശുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ തയ്യാറാകുക. ആ വാഗ്ദത്തങ്ങളുടെ മേലിലേക്ക് ദൈവവചനത്തെ അയച്ചു പ്രാർത്ഥിക്കുക. കാരണം ദൈവവചനത്തിന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങളെ ചെയ്യാൻ കഴിയും. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ 147 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യം പറയുന്നു, അവൻ തൻ്റെ ആജ്ഞയെ ഭൂമിയിലേക്ക് അയക്കുന്നു, അവൻ്റെ വചനം അതിവേഗം ഓടുന്നു. എന്നെ കേൾക്കുന്നവരെ, അവൻ്റെ വചനത്തിൻ്റെ ശക്തി അതിവേഗം ഓടുന്നതാണ്. വചനത്തെ അയച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ചലിക്കാതെ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ ജീവൻ വെക്കുന്നത് കാണാൻ കഴിയും. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഇതാ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളെ നോക്കിയിട്ട് പ്രവചിച്ചു പറയേണ്ടത് യഹോവയുടെ വചനം കേൾക്കുവിൻ എന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അസ്ഥിത ജീവൻ വയ്ക്കാൻ തുടങ്ങുന്നു. നാലാമത്തെ ചിന്തയിലേക്ക് വരികയാണ്. നമ്മൾ കുറിവാക്യമായി വായിച്ച 1 രാജാക്കന്മാരുടെ പുസ്തകം 18 അധ്യായം 41 വാക്യമാണ് വായിച്ചതെങ്കിൽ അതിൻ്റെ 42, 43 വാക്യങ്ങളിലേക്ക്. ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി നിലത്ത് കുനിഞ്ഞ് മുഖം തൻ്റെ മുഴങ്കാലുകളുടെ നടുവിൽ വെച്ച് തൻ്റെ ബാല്യക്കാരനോട് 43 വാക്യം, നീ ചെന്ന് കടലിന് നേരെ നോക്കുക എന്ന് പറഞ്ഞു. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് അവൻ പിന്നെയും 7 പ്രാവശ്യം ചെല്ലുക എന്ന് പറഞ്ഞു. 42 വാക്യത്തിൽ ആഹാബ് ഭക്ഷിച്ചു പാനം ചെയ്യേണ്ടതിന് മല കയറിപ്പോയി. എന്നാൽ ഏലിയാവോ കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി മുഴങ്കാലിൽ നിന്നുകൊണ്ട് തൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, വാഗ്ദത്തങ്ങളെ ക്ലെയിം ചെയ്യേണ്ടതിന്, അല്ലെങ്കിൽ വാഗ്ദത്തത്തെ അവകാശമാക്കേണ്ടതിന് നാലാമത് ചിന്തിക്കുന്ന ചിന്ത നീ മുഴങ്കാലിൽ നിൽക്കണമെന്നുള്ളതാണ്. നിന്റെ നന്മ കാണുന്നത് വരെയും, നിന്റെ അവകാശം ലഭിക്കുന്നത് വരെയും മുഴങ്കാലിൽ നിന്ന് നീ പ്രാർത്ഥിച്ചാൽ അത് നിനക്ക് വേണ്ടി വെളിപ്പെടും. ഒന്നുകൂടെ പറഞ്ഞാൽ, അടഞ്ഞു കിടക്കുന്ന ആകാശമണ്ഡലം നിന്റെ പ്രാർത്ഥനയിൽ തുറക്കുന്നത് കാണാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഏലിയാവിൻ്റെ പ്രാർത്ഥനയിൽ ഒരു വലിയ ഉറപ്പ് വരികയാണ്. തൻ്റെ ബാല്യക്കാരനോട് പറയാണ്, നീ കടലിന് നേരെ ചെന്ന് നോക്കണം, എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന്. ഒരു സാധ്യതയില്ലാത്തടത്ത് വീണ്ടും 7 പ്രാവശ്യം ചെന്ന് നോക്കുമ്പോൾ കൈ പോലൊരു മേഘം പൊങ്ങി വരികയാണ്. ഏലിയാവ് ആഹാബിനോട് അടുത്ത പദങ്ങൾ പറയാണ്,
വൻമഴ പെയ്യാൻ പോവുകയാണ്. വൻമഴ പെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ വൻമഴകൾക്ക് സാധ്യതയുണ്ട്. വലിയ വാഗ്ദത്തങ്ങൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. എങ്കിൽ 4 ചിന്തകൾ ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. കാണാത്ത കാര്യത്തെ നിങ്ങൾ വിളിച്ചു വരുത്തുക. 2, വാഗ്ദത്തത്തിനകത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുക. 3, ആ വാഗ്ദത്തങ്ങളെ നോക്കി വചനം പറഞ്ഞ് പ്രവചിക്കുക. 4, വാഗ്ദത്തത്തിനായി മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുക. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ണുകൾ അടച്ച് ഈ ദിവസങ്ങളിൽ ക്ലെയിം യുവർ പ്രോമിസ്. നിങ്ങളുടെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. കാരണം ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ വിലയുള്ളതാണ്. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ, വലിയ അത്ഭുതങ്ങൾ ഇപ്പോൾ അങ്ങയുടെ മക്കളുടെ മേലിലേക്ക് വെളിപ്പെട്ട് വരട്ടെ. കർത്താവ് ഇവർക്ക് വേണ്ടി വലിയ നന്മകൾ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരേ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾ വിളിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം. ഈ സൂം ഐഡിക്ക് വേണ്ടി നിങ്ങൾ വിളിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ വലുതായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.